ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റർ ബോയ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയൊരു വണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 1 ആണിത്. പറഞ്ഞു തന്നെയാണ് തരുന്നത്. ഇപ്പം എനിക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറ്റുമെങ്കിൽ നമുക്ക് പാർട്ട് 2 ഉണ്ടാക്കുന്നതാണ് ചെയ്യാം. ഈ വണ്ടി ഒരു പാർട്ട് 3 പാർട്ട് 5 കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നോട് വർക്ക് തീർന്നായിരുന്നു, അത് നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല ഒരു പാർട്ട് അത് എഡിറ്റ് ചെയ്തിടാനുണ്ട്, അതും കൂടെ ഇടുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ വണ്ടി ബാബ്സിൻ്റെയും പണിയായിരുന്നു കേട്ടോ, അത് ഇടണം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, കണ്ടില്ലേ? അപ്പോൾ ഞാൻ സിമ്പിളാണ് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം എന്തായാലും. ഫസ്റ്റ് നമ്മുടെ സൈഡ് വരച്ചെടുക്കണം. സൈഡ് വരച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇത് 2 ബോണറ്റിൻ്റെയാണ്. എന്നിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് 2 എണ്ണം ഗ്ലാസിൻ്റെ, അത് 2 എണ്ണം, ഒന്ന് റെക്സിൻ്റെയും ഒന്ന് ഇതിൻ്റെയും, അത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷനാണ് കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആത്തൂടെ വേറെ പീസ് വെച്ച് മറയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ അതായത് എന്നെ പോലെ ഇങ്ങനെ ഡോറ് തുറക്കുന്ന രീതിയിലാക്കാം. എന്നിട്ട് ഇങ്ങനെ അടച്ചങ്ങ് വെച്ചാൽ മതി. ഞാൻ ഇങ്ങനെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് കൊടുത്തിട്ടാണ് ഇങ്ങനെ തുറക്കുന്ന രീതിയിലാക്കിയിരിക്കുന്നത്. അങ്ങനെ 2 സൈഡിലും അങ്ങനെ ആവണം, കണ്ടില്ലേ? 2 സൈഡിലും അങ്ങനെ തുറക്കുന്ന രീതിയിലാണ്. പിന്നെ അങ്ങനെ 2 സൈഡ് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അടിഭാഗം അങ്ങ് ഒട്ടിക്കണം കേട്ടോ. അടിഭാഗം ഒട്ടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലിങ്ങനെ ബോക്സ് പോലെ ഒട്ടിക്കണം ഒരു പീസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു പീസ് ഒട്ടിക്കണം. അതാണ്ട് ഇങ്ങനെ കർവ് വരുന്നത് കണ്ടോ, അത് ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഈ ഒരു ഇത് വെച്ച് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ബോണറ്റ് ഇങ്ങനെ ഒട്ടിക്കും. കണ്ടില്ലേ? ഇതാണ് നമ്മൾ നേരത്തെ ആ കർവ് വന്നത്. പിന്നെ ഇത് ഫെൻഡറാണ് കേട്ടോ, ഇത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു പീസും കൊടുക്കണം. ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ബാക്കിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇത്രയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഇനി നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറാണ് കേട്ടോ. ആദ്യം സിമ്പിളായിട്ടുള്ളൊരു പീസ് വെച്ചിട്ട് അതിനകത്ത് കൂടെ ഇങ്ങനെ ഒരെണ്ണമാണ്. ഗൈസ് വല്ല പാട്ട് വല്ലോ കേൾക്കുന്നെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, അത് വീട്ടിൽ പാട്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഡോർ അടച്ചിട്ടേ ഞാൻ ഒന്ന് ഡോറ് അടയ്ക്കാൻ പെട്ടെന്ന് പോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പ്ലെയിനായിട്ട് ആദ്യം കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുക, പിന്നെ ഇങ്ങനെ ഒരു ഹാൻഡിൽ കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഷേപ്പാണ് മേളിൽ നിന്ന്. എന്നിട്ട് ആ ഷേപ്പിൽ ഇങ്ങനെ ചൊട്ടിക്കണം ഒരെണ്ണം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലാണ് കേട്ടോ. ഈ ഗ്രില്ല് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, സീൻ ലുക്കാണ്. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഗ്രില്ല് വെച്ചപ്പോൾ സൂപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രില്ല് വെക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഗ്രില്ല് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഇതേപോലെ ഇവിടെ കണ്ടില്ലേ, ആ സെയിം അതിനകത്ത് കയറുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ കയറുന്ന രീതിയിലായിരിക്കണം. കണ്ടില്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കണം.
എന്നിട്ട് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കണം. എന്നിട്ട് അതിനകത്ത് ഇവിടെ ഒരു കൂട്ട, ഇവിടെ ഒരു കൂട്ട, എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് ബോക്സ് മൊത്തത്തിൽ വെട്ടിയിട്ട് അതിനകത്ത് കൊച്ചു കൊച്ചു പീസുകൾ 5 വെച്ച് ഒട്ടിച്ച്, പിന്നെ അതിൻ്റെ മണ്ടയിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു പീസ് വെച്ച് ഒട്ടിക്കാം. ഹെഡ്ലൈറ്റിൻ്റെ പകുതി ഇങ്ങനെ അത് ഇത്തിരി നല്ലതാണ് അങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് 41 സബ്ബായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ. ബൈ.